പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം. നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എല്ലാ സഹോദരിമാർക്കും സ്നേഹവന്ദനം. ഈ 2024 10 മാസത്തിലേക്ക് കടപ്പാണത്തക്കോണം ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. കഴിഞ്ഞ 9 മാസവും ജയോത്സവമായി നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിന് വേണ്ടി നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ 1:20-22 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ഞങ്ങളെ നിങ്ങളോടുകൂടി ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്നതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നുമിരിക്കുന്നു. ദിസ് പ്രോമിസസ് ആർ യെസ് ആൻഡ് ആമേൻ. ഈ വാക്യം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളതാണ്, നമ്മൾ പ്രസംഗങ്ങളിൽ കേൾക്കാറുള്ളതാണ്, പറയാറുള്ളതാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം തൻ്റെ ജനത്തിന്, തൻ്റെ സഭയ്ക്ക് ഒട്ടനവധി വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ദൈവം പഴയ നിയമത്തിൽ നേരിട്ടും പ്രവാചകന്മാർ മുഖാന്തരവും ദൂതന്മാർ മുഖാന്തരവും ക്രിസ്തയേശു തൻ്റെ സഭയ്ക്കായിട്ടും തൻ്റെ ശിഷ്യന്മാരോടും അനേകം വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 3000-ഓളം വാഗ്ദത്തങ്ങൾ ഉണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഈ 2-ാം ലേഖനത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതുന്നു. NIV ഇംഗ്ലീഷ് വേർഷനിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. For no matter how many promises God has made, they are yes in Christ, and through him the Amen is spoken by us for the glory of God. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ സർട്ടനായിട്ട് പറയുന്നു എത്ര വാഗ്ദത്തങ്ങളുണ്ടെങ്കിലും ക്രിസ്തുവിൽ അത് ഉവ്വ് എന്നത്രേ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നാം ദൈവത്തോട് വളരെ അകന്നിരുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ആ പരമയാഗത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ കഴിഞ്ഞു. നമ്മൾ അത് ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ കൽപ്പനകൾ ഏറ്റെടുത്ത് മാനസാന്തരം പ്രാപിച്ച് പാപമോചനം പ്രാപിച്ചത് കൊണ്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ അവകാശികളും ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടാവകാശികളുമായി തീർന്നു. ആ പദവി നമുക്കുള്ളത് കൊണ്ടാണ് ക്രിസ്തുവിൽ നമ്മുടെ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ് എന്ന് പറയുന്നത്. ഇങ്ങനെ എഫേസ്യർ 1:3 എങ്ങനെ നമ്മൾ കാണുന്നു? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാണ് നമ്മൾ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആയ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന്. ആ സെർട്ടനിറ്റി അല്ലെങ്കിൽ ആ ഉറപ്പാണ് നമുക്ക് ഇന്ന് പ്രാപിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ വാഗ്ദത്തം നിവർത്തി താമസിക്കുമ്പോഴോ നമുക്ക് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴോ നമുക്ക് കിട്ടിയ പല വാഗ്ദത്തങ്ങളും നമ്മൾ മറക്കുകയും നമ്മൾ നടക്കില്ലായിരിക്കും എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന പല അവസരങ്ങളുമുണ്ട്. അപ്പം നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ പൊറുക്കുന്നു, നമ്മൾ അസഹിഷ്ണുത കാണിക്കുന്നു, നമ്മൾ മടുത്തു പോകുന്നു, മുഷിഞ്ഞു പോകുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ഈ ബോധ്യം നമുക്കുണ്ടെങ്കിൽ ക്രിസ്തുയേശുവിൽ എല്ലാ വാഗ്ദത്തങ്ങളും ഉവ്വാണ്. നമുക്ക് കിട്ടിയ എല്ലാ വാഗ്ദത്തങ്ങളും ഉവ്വ് എന്നാണെന്നും നമ്മളത് ആമേൻ പറഞ്ഞ് പ്രാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമെന്നുമുള്ള ആ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വാഗ്ദത്തങ്ങൾ എത്ര വൈകാനും പ്രിയ ദൈവമക്കളെ നമ്മൾ മടുത്തു പോകുകയില്ല, നമ്മൾ മുഷിച്ചു പോകുകയില്ല, നമുക്ക് സന്തോഷിപ്പാൻ സാധിക്കും. കാരണം യേശുവാണ് നമ്മുടെ വാഗ്ദത്തത്തിൻ്റെ നിവർത്തി. ഇവിടെ താഴത്തെ വാഗ്ദത്തിൽ കാണുന്നു, through him Amen is spoken by us for the glory of God എന്ന്. ഈ വാഗ്ദത്തങ്ങളെല്ലാം പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകുന്നു. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ ക്രിസ്തുവിൽ നിന്ന് വളരെ അകന്നവരാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നമ്മൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, ദൈവം നമ്മളിൽ വസിക്കുമ്പോൾ നമ്മളിൽ കൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നു. അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ലോകത്തിലെ പല മനുഷ്യരും, ഇൻക്ലൂഡിങ് നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ എക്സ്റ്റൻഡ് ഫാമിലീസ്, ഈവൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വരെ നമ്മളതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ കാംനെസ്
നമുക്ക് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ വാഗ്ദത്തങ്ങളെക്കുറിച്ച് പരിപൂർണമായ ബോധ്യം ഉണ്ടാവുന്നതുകൊണ്ടാണ്. അപ്പം നമുക്ക് എത്ര താമസിച്ചു കഴിഞ്ഞാലും ദൈവം തൻ്റെ സമയത്ത് നമുക്ക് വാഗ്ദത്തം നിവർത്തി തരും എന്നുള്ള ആ ഉത്തമമായ ബോധ്യം നമ്മളെ ഭരിക്കുമ്പോൾ നമുക്ക് ഏത് സാഹചര്യത്തിലും സന്തോഷിപ്പാനായി ഇടവരും. പ്രിയ സഹോദരിമാരെ, നമ്മൾ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല നമുക്ക് പലപ്പോഴും ദൈവം വാഗ്ദത്തം തരുന്നതും അത് നിവർത്തിക്കുന്നതുമെല്ലാം. ദൈവം ദയാലുവും നല്ലവനും കരുണയുള്ളവനും വിശ്വസ്തനുമായതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ എന്ന്. എന്നാൽ അത് പറഞ്ഞതിന് ശേഷവും പലപ്പോഴും പല കാര്യങ്ങളും നടക്കാതെയും പലതിനും താമസം വരാതെയും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വാഗ്ദത്തം നിവർത്തി താമസിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച കാര്യം നടക്കുമോ എന്ന് ആരെങ്കിലും ഒന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ ഇന്നതും ആ ഒരു സംശയത്തിന് മാറ്റം വരണം. കാരണം നമുക്ക് വീട്ടുന്ന വാഗ്ദത്തങ്ങൾ അത് വചനത്തിൽ കൂടെ ആകട്ടെ, പ്രവാചകന്മാരിൽ കൂടെ ആകട്ടെ, ദേവദാസന്മാരെ കൂടെ ആകട്ടെ, അത് എപ്പോഴും ഉവ്വെന്നാണ്. അത് ദൈവം തന്നതാണെങ്കിൽ അത് ഉവ്വെന്നാണ്. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം തരും എന്നുള്ള ഉറപ്പ് നമ്മളിന്ന് പ്രാപിക്കണം. അതിനുശേഷം ഈ വാക്യത്തിൻ്റെ 2 കൊരിന്ത്യർ 1:21-22 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ക്രിസ്തുവിൽ അവൻ നമ്മെ ഉറപ്പിക്കുകയും നമ്മെ അഭിഷേകം ചെയ്യുന്ന ദൈവമാണെന്ന്. അവൻ നമ്മളെ മുദ്രയിട്ട് ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നുമിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. രണ്ടാമത്തെ സെർട്ടനിറ്റി നമ്മൾ പ്രാപിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളിങ്ങിനെ കുറിച്ചുള്ള ഒരു ഉറപ്പ് നമുക്ക് ഇന്ന് പ്രാപിക്കണം. നമ്മൾ ക്രിസ്തുവിൽ ഉറപ്പിച്ച് KJV എല്ലാ ഇംഗ്ലീഷ് വേഴ്സസിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹി ഹു എസ്റ്റാബ്ലിഷസ് അസ് വിത്ത് യു ഇൻ ക്രൈസ്റ്റ് ആൻഡ് അനോയിൻറ്റഡ് അസ് ഇൻ ഗോഡ് and who has sealed us and has given us a spirit in our heart as a guarantee. അപ്പം ദൈവം നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്ത് അഭിഷേകം ചെയ്ത് മുദ്ര വെച്ചിരിക്കുകയാണ്. ആത്മാവെന്ന ആ ഗ്യാരണ്ടി നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുകയാണ്. എന്താ ഗ്യാരണ്ടി? നമ്മുടെ ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെടുമെന്നുള്ളതാണ് ആ ഗ്യാരണ്ടി. അപ്പം ആ എസ്റ്റാബ്ലിഷ് ചെയ്ത് അഭിഷേകം ചെയ്തിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കും? പണ്ടത്തെ കാലത്തൊക്കെ പല പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും എല്ലാം ദൈവം അഭിഷേകം ചെയ്തതായിട്ട് കാണുന്നു. ഈവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ തന്നെ പല ഉപകരണങ്ങളും അഭിഷേകം ചെയ്ത് ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ എന്തിനായിട്ടാണ്? ഒരു പ്രത്യേക ദൈവപ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും നമ്മളെ ദൈവം അഭിഷേകം ചെയ്ത് മുദ്ര വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി നമ്മളെക്കുറിച്ചൊരു കോളിംഗ് ദൈവം ചെയ്യാൻ ഒരു കോളിംഗ് ഉണ്ട്. ആ ഒരു പ്രവൃത്തി ചെയ്യുവാനാണ് നമ്മളെ കോൾ ചെയ്തിരിക്കുന്നത്. നമുക്കൊരിക്കലും എല്ലാവർക്കും വർഷിപ്പ് ലീഡേഴ്സോ അല്ലെങ്കിൽ പാസ്റ്റർമാരോ മിനിസ്റ്റേഴ്സോ അല്ലെങ്കിൽ പ്രോഫിറ്റ്സോ ഒന്നും ആയെന്ന് വരില്ല. എന്നാൽ നമുക്ക് നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ വർക്ക് പ്ലേസിൽ ഒക്കെയും ഒരു ദൈവമക്കളെന്ന നിലയ്ക്ക് നമുക്ക് ഒരു പ്രത്യേക ശുശ്രൂഷയുണ്ടാകും. ആ ശുശ്രൂഷ എന്താണെന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് അതിനു വേണ്ടി നിലനിൽപ്പാൻ തക്കമുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ദൈവം എന്തുദ്ദേശിക്കുന്നു ആ ദിവസങ്ങളിൽ ഉള്ള സെക്രട്ടറി നമുക്ക് പ്രാപിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഈ വചനത്തിൽ 2 കാര്യങ്ങൾ നമുക്ക് സെക്രട്ടറി ഉണ്ടാവണം. ഒന്ന്, നമ്മുടെ വാഗ്ദത്തങ്ങളെക്കുറിച്ചും പിന്നെ നമ്മുടെ വിളിയെക്കുറിച്ചുമുള്ള സെക്രട്ടറി ഉണ്ടാവണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഒക്ടോബർ മാസം ഞാൻ നിങ്ങൾക്കായി നേരുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.